അനുഗ്രഹമായ ഈ സന്ധ്യാസമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത ദൈവവചനവുമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുമ്പിലാവുവാൻ ദൈവം നൽകിയ സമയത്തിനായും സാവകാശത്തിനായും ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഈ ക്ലാസ്സിൽ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്തും അതുപോലെ ഈ ക്ലാസ് ഓൺലൈനിൽ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദാനിയേൽ പ്രവചനത്തിലെ ചരിത്ര പ്രസിദ്ധമായ ബേൽഷസ്സർ രാജാവിന്റെ വിരുന്നിനോടുള്ള ബന്ധത്തിൽ അതിന്റെ മധ്യഭാഗത്താണ് ക്ലാസ് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിച്ചത്. രാജാവ് 1000-ലധികം പേർക്കുള്ള 1000 മഹത്തുക്കളും കൊട്ടാരത്തിലുണ്ടായിരുന്ന രാജ്ഞിയും അതുപോലെ വെപ്പാട്ടികളും എല്ലാവരും ഉള്ളതായ വളരെ വിപുലമായ ആ വിരുന്ന് സൽക്കാരം ഉദ്ദേശിച്ചതുപോലെ മുമ്പോട്ട് പോകാതെ ഒരു വിലാപത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. വാസ്തവത്തിൽ നാം നോക്കിയാൽ വിരുന്നുശാല ഒരു കോർട്ട് ഹൗസായി മാറുകയാണ്, ഒരു വിചാരണ സ്ഥലമായി മാറുകയാണ്. രാജാവും രാജ്ഞിയും വെപ്പാട്ടിമാരും മഹത്തുക്കളും ആലയത്തിൽ നിന്ന് കൊണ്ടുവന്നതായ പാത്രങ്ങൾ വരെ ഉപയോഗിച്ച്, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ വരെ ഉപയോഗിച്ച് മദ്യം പാനം ചെയ്ത് അതിൻ്റെതായ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ അവിടുണ്ടായ എഴുത്ത് എന്ന് പറയുന്നത്, അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് രാജാവ് കുറ്റക്കാരനാണെന്നും രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവം ബെൽഷസ്സർ രാജാവിനെതിരായിട്ടുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയാണ്. ഒരു കോർട്ട് ഹൗസിന്റെ ചിത്രത്തിലേക്ക് നാം വരികയാണ്. വിരുന്നുശാല ഒരു കോർട്ട് ഹൗസായിട്ട് മാറുകയാണ്, വിധി പറയുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയാണ്, രാജാവിന് ശിക്ഷ ലഭിക്കുന്ന സ്ഥലമായി മാറുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം എത്ര ശക്തമായും എത്ര കൃത്യമായും എത്ര കണിശമായും നടപ്പിലാക്കുന്നു എന്നുള്ളത് നമ്മെ ദൈവവചനം പഠിപ്പിക്കുന്നു. അതിനൊരു ഉത്തമ ദൃഷ്ടാന്തമായിട്ടാണ് ഈ ഭാഗം ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയതായ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവിടെ നാം ഇപ്രകാരം കാണുന്നു: അപ്പോൾ ബെൽഷസ്സർ രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു, അവന്റെ മുഖഭാവം മാറി, അവന്റെ മഹത്തുക്കൾ അമ്പരന്നു പോയി. അപ്പോൾ ഓർക്കണം, വളരെ ആഘോഷപരമായ വിരുന്നായിരുന്നു, വളരെ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു, വലിയ ആർപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സീനങ്ങ് മാറി. ഭിത്തിയിലുള്ളതായ എഴുത്ത്, ഒരു കൈപ്പത്തി പുറപ്പെട്ട് ആ വിരലുകൾ ഭിത്തിയിൽ ഇങ്ങനെ ചുവരിൽ എഴുതുന്നത് കണ്ടതായ സമയത്ത് എഴുതുന്നതും വാക്കുകളും രാജാവ് കണ്ടു, വാക്കുകൾ മറ്റുള്ളവരും കണ്ടു. പക്ഷെ ഇതിന്റെ അർത്ഥം അറിയാതെ പരവശനായ രാജാവ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വിദ്വാൻമാരെ വിളിച്ച് അവരെ കൊണ്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു. ആ നിലയിൽ വളരെ ചിന്താകുലപ്പെട്ട് കഴിയുന്ന രാജാവിനെയാണ് ഈ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി കൽദയ വിദ്വാൻമാർ പരാജയപ്പെടുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ 1-ാം അധ്യായം മുതൽ നിരവധി പ്രാവശ്യം നാം കാണുന്നുണ്ട് ലോകത്തിന്റെ ജ്ഞാനികൾ, ലോകത്തിന്റെ വിദ്വാൻമാർ, ലോകത്തിലെ വിവേകികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈവിക വിഷയങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവര് പരാജയപ്പെടുന്നതും അവരുടെ നിസ്സഹായ അവസ്ഥയും ദൈവത്തിന്റെ വചനം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീണ്ടും കൽദയ വിദ്വാൻമാർ പരാജയപ്പെട്ടു. ഭിത്തിമേലുള്ളതായ എഴുത്ത് അത് വായിച്ച് അർത്ഥം പറയുവാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ രാജാവ് അവരിൽ ആശ്രയിച്ചു, അവരെ കൊണ്ട് ഇക്കാര്യം സാധിക്കാമെന്ന് കരുതി. അപ്പോൾ തന്റെ ഹൃദയത്തിൽ ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് തനിക്ക് അടങ്ങുവാൻ കഴിയൂ. അതുപോലെ കലുഷിതമായിരിക്കുകയാണ് മനസ്സ്. അപ്പോൾ ഇങ്ങനെ കലുഷിതമായിരിക്കുന്ന മനസ്സാണ് 9-ാം വാക്യത്തിൽ നാം കാണുന്നത്. അത്യന്തം രാജാവ് വ്യാകുലപ്പെട്ടു. ഓർക്കണം, വീഞ്ഞിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ആഹ്ലാദത്തിന്റെ അന്തരീക്ഷമായിരുന്നു, വളരെ സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ആ ആഹ്ലാദത്തിലാണ് കൊണ്ടുവരാൻ കൽപ്പിച്ചത്. ദേവാലയത്തിൽ ഇരുന്ന പാത്രങ്ങളിലൂടെ കൊണ്ടുപോവാ. അപ്പോൾ അപ്പന്റെ കാലത്ത്, വല്യപ്പന്റെ കാലത്ത് നെബൂഖദ്നേസർ എടുത്തുകൊണ്ടുവന്ന ആ പാത്രങ്ങളിലൂടെ കൊണ്ട് നമുക്ക് അതിലൂടെ പാനം ചെയ്യാമെന്നുള്ള നിലയിൽ ഉപയോഗിക്കുമ്പോഴൊന്നും ഈ വ്യാകുലതയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ രാജാവ് വ്യാകുലപ്പെടുകയാണ്. രാജാവ് വ്യാകുലപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ മുഖഭാവം മാറി, അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം, അല്ലെങ്കിൽ ഈ വിരുന്നിലിരിക്കുന്ന ആളുകൾക്ക് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന
മഹത്തുക്കൾക്കുമൊക്കെ വളരെ വളരെ ദൃശ്യമായ നിലയിൽ രാജാവിന്റെ മുഖഭാവത്തിന് മാറ്റം വരികയാണ്. മറ്റൊരു കാര്യം കൂടെ അവിടെ സംഭവിച്ചു. അവന്റെ മഹത്തുക്കൾ അമ്പരന്നു പോയി. ഇപ്പോൾ വീഞ്ഞുകുടിയുടെ കോലാഹലം കഴിഞ്ഞു. കാരണം വീഞ്ഞുകുടിയുടെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് രാജാവാണ്. രാജാവ് ആകെപ്പാടെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. രാജാവിന്റെ മുഖഭാവം മാറിയിരിക്കുന്നു. ഇപ്പോൾ രാജാവിന്റെ അമ്പരപ്പും രാജാവിന്റെ മുഖഭാവവും മാറിക്കഴിഞ്ഞപ്പോൾ ആ പശ്ചാത്തലത്തിൽ മഹത്തുക്കൾ അമ്പരന്നിരിക്കുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഊഹവും കിട്ടാതെ ഈ വിരുന്നിൽ പങ്കെടുത്ത മഹത്തുക്കൾ അമ്പരന്ന് നിൽക്കുന്ന രംഗമാണ് 9-ാം വാക്യം നമ്മെ കാണിക്കുന്നത്. അപ്പോൾ ഈ വാസ്തവത്തിൽ ഈ വിരുന്നുശാലയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ശബ്ദം ഒരു നിലവിളിയുടെ ശബ്ദമാണ്, ഒരു കലക്കത്തിന്റെ ശബ്ദമാണ്. വാസ്തവത്തിൽ ബാബേൽ ഒരു കലക്കത്തിന്റെ സ്ഥലമാണ്, ഭാഷ കലക്കിയ സ്ഥലമാണ്. അപ്പോൾ ഈ കൊട്ടാരത്തിലെ വിരുന്നുശാലയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ശബ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ മുഴങ്ങുന്ന ശബ്ദം എന്ന് പറയുന്നത് ഒരു സുഖമുള്ള ശബ്ദമല്ല, ആർക്കും സന്തോഷം പകരുന്ന ശബ്ദമല്ല. നിരാശയുടെയും നെടുവീർപ്പിന്റെയും വേദനയുടെയും അയ്യംവിളിയും ഒക്കെയാണ് ഈ വിരുന്നുശാലയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശബ്ദം, അപ്പോൾ ബേൽശസ്സർ രാജാവിന്റെ മുഖഭാവം മാറി. രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു, ഒരു മുഖഭാവം മാറി. മഹത്തുക്കൾ അമ്പരന്നു. 10-ാം വാക്യം വായിക്കും. രാജാവിന്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. രാജാവ് ദുർക്കാഴ്ചയോടിരിക്കട്ടെ, തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്, മുഖഭാവം മാറുകയും മതി. അപ്പോൾ ഈ സമയത്ത് രാജ്ഞി പ്രത്യക്ഷപ്പെടുകയാണ്. ഈ രാജ്ഞി ഈ രാജാവിന്റെ ഭാര്യ രാജ്ഞിയല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് അമ്മ മഹാരാജ്ഞിയാണ്. അതായത് നെബൂഖദ്നേസറിന്റെ ഭാര്യ, നെബൂഖദ്നേസറിന്റെ മകൾ, അതായത് നമോണിഡസിന്റെ ഭാര്യ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നെബൂഖദ്നേസറിന്റെ മകളുടെ മകനാണ് ബെൽഷസ്സർ. അങ്ങനെ വരുമ്പോൾ നെബൂഖദ്നേസറിന്റെ മകൾ അല്ലെങ്കിൽ നമോണിഡസിന്റെ ഭാര്യയാണ്. അപ്പോൾ നമോണിഡസ് സ്ഥലത്തില്ല. അപ്പോൾ ബെൽഷസ്സറാണ് ഈ വിരുന്നും കാര്യങ്ങളും എല്ലാം സംഘടിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയാണ് ഈ വരുന്നത്, അല്ലാതെ തന്റെ ഭാര്യയല്ല. അപ്പോൾ അമ്മ മഹാരാജ്ഞി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. നിങ്ങൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ പല സ്ഥലങ്ങളിൽ അമ്മമാർ ഇടപെട്ട വിഷയങ്ങളുണ്ട്. രാജ്യത്ത് ചില പ്രതിഷ്ഠകളെ കൊണ്ട് വെച്ചത് ചില രാജാക്കന്മാരുടെ അമ്മമാരാണ്. അപ്പോൾ ആ സ്ഥാനത്ത് ഉടനെ രാജാവ് അമ്മയെ ആ രാജ്ഞി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞതായിട്ട് വാക്യമുണ്ട്. അക്ഷര പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ നിരവധി വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അപ്പോൾ അമ്മ രാജ്ഞിക്ക് ആവശ്യമായ അത്യാവശ്യ സമയങ്ങളിൽ അഡ്വൈസ് കൊടുക്കത്തക്കോണമുള്ളതായ ബന്ധം രാജാക്കന്മാരോടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മക്കളോടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊട്ടാരത്തിലെ ഈ കലുഷിതമായ സാഹചര്യത്തിൽ വിഷയം എന്താണെന്ന് ഈ സ്ത്രീക്ക് അറിവ് കിട്ടി. രാജാവിന്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. അപ്പോൾ ഈ വിരുന്നുശാലയിൽ ആരില്ല? ഈ സ്ത്രീ ഇല്ല. അപ്പോൾ വിരുന്നുശാലയിലേക്ക് ഈ സ്ത്രീ എത്തി, രാജാവിന്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി. അപ്പോൾ അന്തരീക്ഷം അവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവര് ഈ വിരുന്നുശാലയിൽ വന്നപ്പോൾ സാധാരണ രാജാക്കന്മാരോട് പറയുന്ന വാചകം, അമ്മയാണെങ്കിലും കൊള്ളം പറഞ്ഞേ പറ്റൂ, രാജാവ് ദീർഘായുസായിരിക്കട്ടെ. പക്ഷെ അമ്മ നേരുന്ന ഈ ആശംസക്ക് മണിക്കൂറുകളുടെ ആയുസേ ഉള്ളൂ. അത് വേറൊരു കാര്യം, മണിക്കൂറുകൾ കൊണ്ട് ഇത് എല്ലാം കഴിയുകയാണ്. അപ്പോൾ രാജാവ് ദീർഘായുസായിരിക്കട്ടെ ഇത് പറഞ്ഞേച്ച് ആ രാജ്ഞി വിവരം പറഞ്ഞു. തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്, മുഖഭാവം മാറുകയും വരുത്. അപ്പോൾ ഈ കലുഷിതമായ നിൽക്കുന്ന ഈ മനുഷ്യനെ ഒന്ന് സ്വാന്തനപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്, ഒന്ന് ശാന്തമാക്കുക. ഉടനെ പറഞ്ഞു, രാജാവിന്റെ മുഖഭാവം രാജ്ഞിക്ക് മനസ്സിലായി, മകന്റെ മുഖഭാവം മാറിയിരിക്കുന്നു. അപ്പോൾ രാജ്ഞി പറഞ്ഞു, നീ വിചാരങ്ങളാൽ ഇങ്ങനെ പരവശനാകാതെ, അത് മാത്രമല്ല നിന്റെ മുഖഭാവം ഇങ്ങനെ മാറരുത്, അങ്ങനൊന്നും മാറരുത് എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസ് കൊടുക്കുകയാണ്. പക്ഷേ ഇതൊക്കെ മാനുഷികമായ ഉപദേശങ്ങളായിട്ടേ ഇരിക്കുന്നു. അവരുടെ നല്ല ആഗ്രഹമാണ് മകന്റെ ഈ പ്രത്യേകമായ വിഷമ സാഹചര്യത്തിൽ മകനെ ഒന്ന് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് അമ്മരാജ്ഞിയുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആയുസ്സും ആരോഗ്യവും സുഖവും സൗഖ്യവും ഒക്കെ ആശംസിക്കുന്നു. നീ സ്റ്റഡിയായി നിനക്ക് അങ്ങനെ വിഷമിക്കരുത്. അപ്പോൾ ഈ സ്ത്രീ വാസ്തവത്തിൽ ഒരു വളരെ ഓപ്റ്റിമിസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്.
ഒരു ഗുണകാംക്ഷയായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ കൊട്ടാരത്തിൽ ഈ വിരുന്നുശാലയിൽ ഇരിക്കുന്ന ആളുകളുടെ ഭാവം എന്തോ ഗുരുതരമായത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. രാജാവും ആ നിലയിലാണ് ഇരിക്കുന്നത്. വളരെ ഗുരുതരമായ എന്തോ സംഭവിക്കാൻ പോകുന്നു. പക്ഷെ ഈ രാജ്ഞി വന്നിച്ച് പറഞ്ഞു, അങ്ങനെ ഗുരുതരമായ വിഷയമൊന്നും സംഭവിക്കാനല്ല പോകുന്നത്, ഒക്കെ കാം ഡൗൺ എന്നുള്ള നിലയിൽ ഇതിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ അഡ്വൈസ്, ഈ ആദ്യ ഭാഗം എന്ന് പറയുന്നതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല. കരി പറഞ്ഞതിനകത്തൊന്നും ഒരു കഴമ്പുമില്ലെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവും. കാരണം ദീർഘായുസ്സായി ഇരിക്കാനും പോയില്ല രാജാവ്. രാജാവിന്റെ മുഖഭാവത്തിന്റെ മാറ്റത്തെക്കുറിച്ച് ഈ പറഞ്ഞതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, വലിയ കഴമ്പുള്ള കാര്യമല്ല. എന്നാൽ ഈ സ്ത്രീ വന്ന് പറഞ്ഞതിൽ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ആ പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് ആ സ്ത്രീ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സംസാരിച്ചതാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ സ്ത്രീ പറയുന്ന വാക്യങ്ങളാണ് നമുക്ക് 11-ാം വാക്യം മുതൽ 11-12 വാക്യങ്ങൾ വായിക്കും. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജിക്കുന്നു. തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവെ തിരുമേനിയുടെ അപ്പൻ തന്നെ. ബേൽശസ്സറിൽ പേര് വിളിച്ച ദാനിയേലിന് ഉത്കൃഷ്ട മനസ്സും ആത്മവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും സൂടാർത്ഥവാക്യ പ്രദർശനവും സംശയഛേദനയും കണ്ടിരിക്കാൻ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരന്മാർക്കും കല്യർക്കും ശമനവാദികൾക്കും അധിപതിയാക്കിച്ചു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം ബോധിപ്പിക്കുമെന്ന് ഉണർത്തിച്ചു. അപ്പോൾ ഈ സ്ത്രീയെ ഈ വിഷയത്തിന് നടുവിൽ എവിടുന്ന് ഒരു സഹായം വരും എന്നുള്ളതാണ് ഇപ്പൊ രാജാവിന്റെ വിഷയം. താൻ ആശ്രയിച്ച കൽദയ വിദ്വാൻമാർ പരാജയപ്പെട്ടു, അവരെ കൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരാളിനെ വിളിക്കെ, ദാനിയേലിനെ വിളിക്കെ. ദാനിയേൽ അതിന്റെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ എന്ത് ചെയ്യും? അർത്ഥം ബോധിപ്പിക്കും. ഉറപ്പാണ്. അപ്പോൾ ദാനിയേലിനെ വിളിക്കെ, അവൻ അർത്ഥം ബോധിപ്പിക്കും. അപ്പോൾ ഈ ദാനിയേലിനെ കുറിച്ച് ഈ സ്ത്രീ മനസ്സിലാക്കിയിരുന്ന മനോഹരമായ കുറെ പദപ്രയോഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ വലിയപ്പൻ നെബൂഖദ്നേസറിന്റെ കാലം മുതലുള്ളതായ ചരിത്രമാണ്. അപ്പോൾ നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുവന്ന ദാനിയേല് പ്രവാസത്തിൽ ഇവിടെ വന്നതിന് ശേഷം അവനെ കൊണ്ട് ദൈവം ചെയ്യിച്ചതായ ശുശ്രൂഷകൾ, അവനെ കൊണ്ട് ദൈവം കൊടുത്ത ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, അവൻ നെബൂഖദ്നേസർ രാജാവിനുള്ള ബന്ധത്തിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, നിവൃത്തിയായ വിഷയങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായി ഈ സ്ത്രീക്കറിയാം. അപ്പൊ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. കേട്ടുകേൾവിയല്ല, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉറപ്പായി പറയുന്നത്, ഇതിനേക്കാൾ സങ്കീർണമായ കാര്യങ്ങളൊക്കെ ആര് സാധിച്ചിട്ടുണ്ട്? ദാനിയേൽ സാധിച്ചിട്ടുണ്ട്. കൽദയ വിദ്വാൻമാർ പരാജയപ്പെടുന്നത് ആദ്യമല്ല. കൽദയ വിദ്വാൻമാർ പല പ്രാവശ്യം പരാജയപ്പെട്ടു. പക്ഷെ കൽദയ വിദ്വാൻമാർ പരാജയപ്പെട്ടപ്പോഴൊക്കെ ദാനിയേൽ അവിടെ എല്ലാം എന്ത് ചെയ്തു? വിജയിച്ചു. പരാജയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അർത്ഥത്തിന്റെ വ്യാഖ്യാനം പകരുവാൻ, വ്യാഖ്യാനം കൊടുക്കുവാൻ ദാനിയേലിന് കഴിഞ്ഞു എന്നുള്ളത് ഈ രാജ്ഞിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഈ ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിന്റെ വാഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അതിനുശേഷം വീണ്ടും ഭരണത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ബെൽഷസ്സറിന്റെ കാലമായപ്പോൾ ഈ ദാനിയേലിനെ കുറിച്ച് ഒരു കേൾവി പോലെ അല്ലെങ്കിൽ ഒരു അറിവും ആർക്കില്ല? ഈ ബെൽഷസ്സറിനില്ല. കാരണം അടുത്ത ഡയലോഗിൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനൊരു കഥാപാത്രം ഇവിടെ ജീവിച്ചിരുന്നു. നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് സ്വപ്നങ്ങളുടെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും ഒക്കെ ഈ രാജാവിനോട് വന്ന് ഉണർത്തിച്ചു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദാനിയേലിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കാവുന്ന നിലയിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദാനിയേൽ രാജഭരണത്തിൽ നിന്നും വിരമിച്ചു, അല്ലെങ്കിൽ രാജഭരണത്തിൽ സഹായിക്കുന്നതിൽ നിന്നും വിരമിച്ചു എന്നുള്ളതാണ്. റിട്ടയർ ചെയ്തു എന്നുള്ളതാണ്. രാജാക്കന്മാരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നിന്നും വിരമിച്ചു എന്ന് വേണം കരുതുക എന്നാണ് ഒരു യുക്തിക്ക് നിരക്കുന്ന നിലയിലുള്ള ചിന്തയാണ്. കാരണം ഇപ്പോൾ ഈ
രാജാവിന്റെ ഈ ഭരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബെൽഷസ്സർ രാജാവിന്റെ ഈ ഭരണം തീരുന്ന ഈ സമയത്ത് മേദ്യപാർസികൾ വന്ന് ഈ ബാബിലോണിനെ കീഴ്പ്പെടുത്തുന്ന സമയം വരെയുള്ള സമയം നോക്കിയാൽ ഏതാണ്ട് 68 വർഷങ്ങൾ ഇപ്പോൾ ആവുന്നു. അപ്പോൾ 68 വർഷങ്ങൾ ആയി കഴിയുമ്പോൾ ഒരു 16 വയസ്സെങ്കിലും ദാനിയേലിനുണ്ടെന്ന് വെച്ചോ അടിമയാക്കി കൊണ്ടുവരുമ്പോൾ, ചിലർ അതിൽ കൂടുതൽ പ്രായമാണ് പറഞ്ഞ് 20 വയസ്സെന്ന് പറയുന്നു. ഏതായാലും പല വ്യത്യസ്തങ്ങളായ കണക്കൂട്ടലുകൾ നിങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ബുക്കുകൾ പരിശോധിച്ചേക്കാം. ദാനിയേലിന്റെ പ്രായം. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, 80-നും 82 വയസ്സിനും 89 വയസ്സിനിടയിൽ ദാനിയേൽ ഇപ്പോൾ പ്രായം. അതിലെല്ലാവരും യോജിക്കുന്നുണ്ട്. അപ്പോൾ 80കളിൽ നിൽക്കുന്ന മനുഷ്യനുണ്ട്. 82-നും 89-നും ഇടയിൽ പ്രായമാണ്. ഞാനതുകൊണ്ട് ഖണ്ഡിതമായ ഒരു പ്രായപരിധി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ വളരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് വാറൻ ഗിൽസ്പി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്തിൽ അദ്ദേഹം 82 ഇയേഴ്സ് പറയുന്നു. കാരണം അദ്ദേഹം 16 വയസ്സാണ് ദാനിയേലിനെ ബാബിലോണിൽ വരുമ്പോൾ വെച്ചത്. എന്നാൽ നമ്മൾ ദാനിയേൽ പ്രവചനത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം എഴുതിയ ക്ലാരൻസ് ലാർക്കിൻസിന്റെ ബുക്കില് അദ്ദേഹം പറയുന്നത് 20 വയസ്സ് ദാനിയേലിനുണ്ടെന്ന് വെച്ചാൽ ബാബിലോണിൽ വരുമ്പോൾ, അപ്പോൾ അതിന്റെ കൂടെ 5 കൂടെ 4 വയസ്സുള്ള കൂടും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രായങ്ങൾ പലരും കണക്കൂടും. അതൊക്കെ കണക്കൂട്ടാനൊക്കെ ഉണ്ട്. ഏതായാലും കൊള്ളാം, എല്ലാവരുടെയും കണക്കനുസരിച്ച് 80 വയസ്സിന് മുകളിൽ ദാനിയേൽ പ്രായമാണ്. അപ്പോൾ ദാനിയേൽ വയോധികനായ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഒരു സമയമാണോ? അപ്പോൾ ഭരണത്തിൽ നിന്നും ഇദ്ദേഹം നെബൂഖദ്നേസർ പോയി കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്ന സമയത്ത് സ്വയം ഇതിൽ നിന്നും രാജകീയ വിഷയങ്ങളിൽ നിന്നും വിരമിച്ചിരിക്കാം എന്നുള്ളതാണ്. പിന്നെ രാജാവിന് ഈ നെബൂഖദ്നേസറിനെ, ഈ ബെൽഷസ്സർ രാജാവിന് ദാനിയേലിനെ കുറിച്ച് ഒട്ടും അറിവില്ലായില്ല എന്നുള്ളത് നമുക്കിവിടെ വരുമ്പോൾ അറിയാം. കാര്യം ഇദ്ദേഹം വീഞ്ഞു കുടിച്ച് അല്പം വേറൊരു വിധത്തിലായെന്നോട് വേണം നമ്മൾ ചിന്തിക്കണം. കാര്യം അമ്മ പറയാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നു. നമ്മൾ ആ താഴത്തെ ഡയലോഗിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ദാനിയേലിനെ കുറിച്ച് ഈ രാജ്ഞി പറയുന്ന കാര്യങ്ങൾ, ദാനിയേൽ ഉത്കൃഷ്ട മനസ്സുള്ളവനാണ്. അറിവ്, ബുദ്ധി, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം, ഗൂഢാർത്ഥ വാക്യ പ്രദർശനം, സംശയഛേദനവും കണ്ടിരിക്കുക. അപ്പോൾ വളരെ നിഗൂഢമായ വിഷയങ്ങൾ, ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത നിഗൂഢമായ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാൻ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാനുള്ള പ്രത്യേകമായ കഴിവ് ദാനിയേലിനുണ്ടെന്ന് ഈ രാജ്ഞി ഓർപ്പിക്കുന്നു. അപ്പൊ അടുത്തതായിട്ട് അങ്ങനെ ഉണ്ടായതുകൊണ്ട് തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലുള്ള ജ്ഞാനവും അവന് കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ തിരുമേനിയുടെ അപ്പൻ തന്നെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നിങ്ങൾ ഓർക്കണം, ഈ രാജാവേ അങ്ങയുടെ അപ്പൻ തന്നെ എന്ന് പറയുന്നത് കൽദയ ഭാഷയിൽ എന്തില്ല, വല്യപ്പൻ എന്നുള്ള പ്രയോഗം ഇല്ലാത്തത് കൊണ്ട് സെയിം അപ്പൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിന്റെ വല്യപ്പൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ വല്യപ്പന്റെ കാലത്ത് രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും അധിപതിയാക്കി വെച്ചു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം ബോധിപ്പിക്കും എന്ന് ഉണർത്തിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കൊട്ടാരത്തിലെ ഈ സദസ്സിൽ, ഈ വിരുന്നിന്റെ സദസ്സിൽ രാജാവിനെ ഈ ദാനിയേലിനെ ക്ഷണിച്ചിട്ടില്ല. മഹത്തുക്കളുടെ കൂട്ടത്തിൽ ദാനിയേലില്ല. അപ്പോൾ പ്രത്യേകിച്ച് അമ്മരാജ്ഞി വന്ന് പറയേണ്ടി വന്നു, രാജാവേ നിന്റെ വല്യപ്പന്റെ കാലം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ കൽദയ വിദ്വാൻമാരും മറ്റും പരാജയപ്പെട്ടതായ സമയങ്ങളിലൊക്കെ സങ്കീർണമായ പല വിഷയങ്ങൾക്കും മറുപടി പറയുവാൻ, സങ്കീർണമായ പല വിഷയങ്ങളുടെയും അർത്ഥം ബോധിപ്പിക്കുവാൻ ഒക്കെ കഴിവുണ്ടായിരുന്ന ഒരാളാണ് ദാനിയേൽ. അതുകൊണ്ട് അവനെ വിളിക്ക് എന്ന് ഓർപ്പിക്കുകയാണ്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അവര് ഒരു 12-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ബെൽഷസ്സർ എന്ന പേര് വിളിച്ച ദാനിയേൽ. അപ്പോൾ ഈ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ ഞാൻ മറന്നുപോയി. ബെൽഷസ്സർ എന്നുള്ളതായ ദാനിയേലിന്റെ പേരും ബെൽഷസ്സർ എന്നുള്ളതായ രാജാവിന്റെ പേരും, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അർത്ഥത്തിൽ. രണ്ടും ബെൽഷസ്സറാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ദാനിയേൽ എന്നുള്ള ബെൽഷസ്സർ എന്ന പേരിന്റെ അർത്ഥം ബേൽ സഹായിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ബേൽ സഹായിക്കുന്നവൻ. എന്നാൽ രാജാവിന്റെ അർത്ഥം, ബെൽഷസ്സർ രാജാവ് എന്നുള്ളതില് ബേൽ പ്രൊട്ടക്ട് ദ കിങ് എന്നുള്ളതാണ്. ബേൽ സംരക്ഷിക്കുന്ന രാജാവ്. ഇപ്പൊ രാജാവിനെ സംരക്ഷിക്കുന്ന ആരാ? ബേലാണ്.
അപ്പോൾ കൽദയരുടെ ദൈവം ബേൽ, ബേൽ സംരക്ഷിക്കുന്ന രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് ബെൽഷസ്സർ നിൽക്കുന്നത്. അപ്പോൾ ദാനിയേൽ എന്നുള്ള ബെൽഷസ്സർ എന്ന പേരിന്റെ അർത്ഥം ബേൽ സഹായിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് നെബൂഖദ്നേസർ രാജാവ് ആ പേര് ദാനിയേലിന് കൊടുത്തത് എന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ രണ്ട് അർത്ഥങ്ങൾ, രണ്ട് വ്യത്യസ്തങ്ങളായ പേരുകളാണ്. അപ്പോൾ ഈ സംശയഛേദനം നമ്മൾ മലയാളത്തിൽ കാണുന്ന പ്രയോഗം ദാനിയേലിന്റെ കഴിവുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ദാനിയേലിന്റെ അനുഭവ സമ്പത്തിന്റെ കൂട്ടത്തിൽ സംശയഛേദനം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയാൽ സോൾവിംഗ് ഓഫ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് എന്നുള്ളതാണ്. വളരെ പ്രയാസമുള്ളതായ കാര്യങ്ങൾ, ഡിഫിക്കൽട്ടായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ സോൾവ് ചെയ്യുന്നതിനുള്ള കഴിവ് ആർക്കുണ്ട്? ദാനിയേലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോൾ രാജാവ് അനുഭവിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ സഹായിക്കാൻ പറ്റിയ ആൾ ആര് തന്നെയാണ്? ഈ ദാനിയേലാണ്. അതുകൊണ്ട് ദാനിയേലിനെ വിളിക്ക്, അവൻ എന്ത് ചെയ്യും? അവൻ വന്ന് നിന്നോട് അർത്ഥം ബോധിപ്പിക്കും എന്ന് ഉറപ്പായിട്ട് ഈ അമ്മരാജ്ഞി രാജാവിനെ ഓർപ്പിക്കുകയാണ്. 13 അങ്ങനെ അവർ ദാനിയേലിനെ രാജസഭയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് കൽപ്പിച്ചത്, എന്റെ അപ്പനായ രാജാവ് യഹൂദയിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഉള്ളവനായ ദാനിയേൽ നീ തന്നെയാണ്. ഇതാര് പറഞ്ഞ മുമ്പേ പറഞ്ഞ സെന്റൻസിൽ ഇതുണ്ടോ? ഏതാ നിന്റെ അപ്പൻ പ്രവാസികളായിട്ട് അവിടുന്ന് എവിടുന്ന രാജാവ്? എന്റെ അപ്പനായ രാജാവ് യഹൂദയിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഉള്ളവനായ ദാനിയേൽ. ഇത് അമ്മരാജ്ഞി പറഞ്ഞ വാചകത്തിനകത്തില്ല, പ്രവാസത്തിൽ വന്നവനാണെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ അമ്മ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ രാജാവിന്റെ ചിന്ത, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ രാജാവിന്റെ ലൈറ്റ് കത്തി. അപ്പോൾ രാജാവ് ഓർത്തു, ശരിയാണല്ലോ, പ്രവാസികളിൽ നിന്ന് വന്ന കൂട്ടത്തിൽ ദാനിയേലുണ്ട്. അവനെ കുറിച്ച് ചില കാര്യങ്ങൾ കേട്ടത് പെട്ടെന്ന് രാജാവ് ഓർത്തുക എന്ന് വേണം നമുക്ക് കരുതുവാൻ. മറ്റൊന്ന്, ഈ പ്രവാസികൾ എവിടെ പോയാലും എത്ര വർഷം കഴിഞ്ഞാലും അവിടുത്തെ എത്ര മികച്ച സ്ഥാനങ്ങളൊക്കെ ആയി കഴിഞ്ഞാലും അവിടുത്തെ തദ്ദേശവാസികൾ അല്ലെങ്കിൽ പണ്ടേ അവിടെയുള്ള ആളുകൾ ഈ ആളിനെ പ്രവാസിയായിട്ട് തന്നെ കരുതുന്നു. എവിടെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് വിറ്റ് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്ന കാര്യമുണ്ട്. അവിടെ ഒരു വിഷയം ഉണ്ടാകട്ടെ, ആ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈ ആളുകൾ താനെങ്ങ് ഇങ്ങടത്തിന് വന്നതല്ലേ, നിങ്ങൾ അവിടെ പോയി അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. നമ്മള് ലോത്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നു. പട്ടണത്തിലെ ഒരു മൂപ്പനൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, പക്ഷെ ജനം സമ്മതിച്ചു കൊടുത്തില്ല. മോശയോടുള്ള ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവര് ഈ ആളിനെ, ആ ലോക്കൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ട് പരദേശി എന്നുള്ള നിലയിൽ തന്നെ മുദ്ര കൊടുത്തു. അങ്ങനെയാണ് സാധാരണ ഒരു ടെൻഡൻസിയാണ്. അതുകൊണ്ടാണല്ലോ ഈ രാജ്യത്ത് നമ്മൾ ഇത്രയും നാളൊക്കെയായി നമ്മുടെ കുഞ്ഞുങ്ങള് ഇന്ത്യക്കാരാണെന്ന് ഒന്നും സമ്മതിക്കാൻ ഒരു തയ്യാറല്ല. അവർ അമേരിക്കൻസ് ആണെന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷെങ്കിൽ ഈ നമ്മുടെ പിള്ളേരെ ഇവിടുത്തുകാരെ കാണുന്ന ആരായിട്ട് തന്നെയാണ്, ഇന്ത്യക്കാരായിട്ട് തന്നെയാണ്. പക്ഷെങ്കിൽ അവരോട് ചിലപ്പോൾ ഇവിടുത്തുകാർ സംസാരിക്കുമ്പോൾ പറയും ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്ന് പറയുന്ന അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങളിൽ ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം ഇവിടുത്തുകാർക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ജോലിയിലെ നമ്മുടെ കാര്യങ്ങൾ ഇതൊന്നും കൂടെ സമ്മതിച്ചു തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ട് നമ്മുടെ ജോലി സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ ഉള്ളിലിരിക്കുന്നത് ഇന്ത്യയിൽ വന്നതല്ലേ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അവര് പണ്ടേ ഇവിടെ ഉള്ളവർ, ഇവരും വന്നവരാണെന്നുള്ളത് സമ്മതിക്കുന്നില്ല. ഇവരും വന്നവരല്ലേ. അപ്പൊ അതിന് പകരം നമ്മളെ വേറൊരു ആറ്റിറ്റ്യൂഡ്, വേറൊരു മനോഭാവത്തിലാണ് കാണുന്നത്. അപ്പോൾ ദാനിയേലിനെ കുറിച്ച് ഈ രാജാവ് പ്രവാസത്തിൽ നിന്ന് വന്ന ദാനിയേൽ എന്ന് പറഞ്ഞ ആൾ നീ തന്നെയാണോ? എന്റെ അപ്പന്റെ കാലത്ത് നെബൂഖദ്നേസർ കൊണ്ടുവന്ന യഹൂദയിൽ നിന്നും. അപ്പൊ മേക്ക് ഷുവർ ചെയ്യണം ഈ ആള് തന്നെയാണോ സഹായിക്കാൻ വരുന്ന ആള്, ഉറപ്പുവരുത്തണം. അപ്പോൾ ആ ആള് നീ തന്നെയാണ്. അടുത്തതായിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷ ജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നുവെന്നും ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു. അപ്പോൾ നിന്നെ കുറിച്ച് എനിക്ക് നല്ല കേൾവിയുണ്ട്. അപ്പോൾ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ്. കേട്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രകാശം നിന്നിലുണ്ട്, ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട്, പ്രകാശവും ബുദ്ധിയും വിശേഷ ജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നു. അപ്പോൾ നിനക്ക് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായ,
സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഞാൻ കേട്ടിരിക്കുന്നു. അടുത്തതായിട്ടോ, ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിക്കേണ്ടതിന് വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും എന്റെ മുമ്പാകെ വരുത്തിയിരിക്കുന്നു. എങ്കിലും കാര്യത്തിന്റെ അർത്ഥം അറിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ രാജാവ് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ തെയ്യി നിൽക്കുന്ന പുള്ളികൾ, ഈ നിൽക്കുന്ന വിദ്വാൻമാർ, ഇവരെ ഇപ്പൊ വിളിച്ചു വരുത്തുകയാണ്. ഈ എഴുത്ത് വായിച്ച് അർത്ഥം പറയാൻ വിളിച്ചു വരുത്തിയിരിക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവർക്കതിന് കഴിഞ്ഞില്ല. അവർക്ക് ആഭിചാരകന്മാരെ എന്റെ മുമ്പാകെ വരുത്തിയിരിക്കുന്നു, എങ്കിലും കാര്യത്തിന്റെ അർത്ഥം അറിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. 16-ാം വാക്യം വായിക്കും. എന്നാൽ അർത്ഥം പറയുവാനും സംശയചേതന ചെയ്യുവാനും നീ പ്രാർത്ഥന ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു. ആകയാൽ ഈ എഴുത്ത് വായിച്ച് അതിന്റെ അർത്ഥം അറിയിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിലെ മൂന്നാമനായി വാഴും. ഇതാണ് ഈ മനുഷ്യൻ എത്ര ഉറപ്പാണെന്ന് പറഞ്ഞത്. നമ്മളെല്ലാം ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്ന ഒരു വാക്യം എന്നിടയിൽ നിങ്ങളോട് പറയും. ഇപ്പോൾ ഈ ആളിന് ഉറപ്പ് കിട്ടി. അമ്മ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നുള്ളത് വെച്ച് അമ്മ ധരിപ്പിച്ചു, ഇവൻ വളരെ മിടുക്കനാണ്, ഇയാൾക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്. ഈ രാജാവ് തന്നെ ചോദിച്ചു, നിനക്ക് ഇന്നതൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. എന്നിട്ട് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അർത്ഥം പറയുവാനും സംശയഛേദനം ചെയ്യുവാനും നീ പ്രാപ്തൻ എന്ന് ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു. ഉറപ്പാ. ആകയാൽ ഈ എഴുത്ത് വായിച്ച് അതിന്റെ അർത്ഥം അറിയിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, എങ്കിൽ, ഇതാണ് ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേക വാക്കാണ് ഈഫ്, എങ്കിൽ എന്ന് വരുന്നത്. നമ്മള് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ അതിനിടയിൽ വന്നു കയറുന്ന ഒരു വാക്കാണ് എങ്കിൽ. കർത്താവായ യേശു ക്രിസ്തുവിനെ പിശാചി പരീക്ഷിക്കുന്ന സമയത്തും നീ ദൈവപുത്രൻ എങ്കിൽ, ഇത് വേദപുസ്തകത്തിലുടനീളം കാണുന്നു. ഭക്തന്മാരുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക വാക്കായി ഈഫ്. അപ്പൊ നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആണ്, നമുക്ക് അനുഭവ സമ്പത്തുണ്ടെന്നൊക്കെ നമ്മൾ ധരിച്ചുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന പിശാചിന്റെ തന്ത്രങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്കായിട്ടാണ് വാസ്തവത്തിൽ ഈഫ് നൽകുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഈഫിന് എന്തെങ്കിലും കുഴപ്പമാണെന്നല്ല ഞാൻ പറഞ്ഞു. എങ്കിൽ എന്നുള്ളത് വാസ്തവത്തിൽ സംശയം ജനിപ്പിക്കുന്ന സംശയം. എങ്കിൽ അപ്പോൾ വേദപുസ്തകത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ നിരവധി തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എത്ര ഉറപ്പായിരിക്കുമ്പോഴും കർത്താവിനെ സഹായിക്കാൻ മതിയായവനാണെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. നാം വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ പോരാടുന്നു. ഇങ്ങനെ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കയറി വരും, നീ വലിയ ദൈവവേദനാണല്ലേ പറയുന്നത്, എന്റെ പ്രാർത്ഥനയൊക്കെ സ്വർഗത്തിൽ അന്നേരം കേൾക്കുന്നല്ലേ പറയുന്നത്, എങ്കിൽ എന്നെ അതിലേക്ക് ഇങ്ങനെ സംഭവിച്ചു. ക്വസ്റ്റ്യനാണ് ഇത്. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പൊ നമ്മള് അറിയാതെ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ കയറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ കർത്താവ് പ്രവർത്തിച്ചു. ആ അനുഭവ സമ്പത്ത് നമുക്കുണ്ട്, ശരിയാണ്. ദൈവം വലിയ വലിയ വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതാണ്. ആ ഉറപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, ശരിയാ. പക്ഷെ എങ്കിൽ പോലും സംശയത്തിന്റെ ആത്മാവിനെ അതിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, സംശയം. അപ്പോൾ ഈ സംശയം ക്രിയേറ്റ് ചെയ്യുന്ന പിശാചിന്റെ തന്ത്രമാണ്. ഇവിടെ രാജാവിന് ദാനിയേല് അർത്ഥവ്യാഖ്യാനമൊക്കെ കൊടുക്കുവാൻ കഴിയും എന്ന് പറഞ്ഞെങ്കിലും ഒരു സംശയം ഉള്ളിൽ കിടപ്പുണ്ട്. ഈ കൽദയ വിദ്വാൻമാർ അവർ പരാജയപ്പെട്ടിട്ട് നിൽക്കുവാണ്. പിന്നെ നിന്നെ കൊണ്ട് പണ്ട് ആളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, നിന്റെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് പറയുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ അർത്ഥം പറയുന്നു എങ്കിൽ നിനക്ക് ഞാൻ എന്ത് ചെയ്തേക്കാം. എന്തൊക്കെയാ? നീ അർത്ഥം അറിയിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ധൂമ്രവസ്ത്രം, കഴുത്തിൽ പൊന്മാല, രാജ്യത്തിലെ 3 ഓഫറാണ്. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ 3 ഓഫർ. ധൂമ്രവസ്ത്രം, നിന്നെ ഉടനെ തന്നെ ധൂമ്രവസ്ത്രം ധരിപ്പിക്കുകയാണ്. ചുവപ്പ് വസ്ത്രം ബഹുമാനം, ആദരവിന്റെ ഭാഗമാണ്. കഴുത്തിൽ പൊന്മാല, അതും ബഹുമാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ബഹുമാനിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ കൽദയ രാജ്യത്തോട് ബന്ധപ്പെട്ട മഹത്തുക്കളെല്ലാം ഇവിടെയുണ്ട്. കൽദയ വിദ്വാൻമാർ ഇവിടെയുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ ദാനിയേലേ, നീ ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ നിന്നെ
ഞാൻ മാനിക്കുവാൻ പോകുകയാണ്. നിന്നെ ഞാൻ ധൂമ്രവസ്ത്രം ധരിപ്പിക്കാൻ പോകുകയാണ്. നിന്റെ കഴുത്തിൽ പൊന്മാല ധരിപ്പിക്കുവാൻ പോകുകയാണ്. മാത്രമല്ല, നീ രാജ്യത്തെ മൂന്നാമൻ എന്ന സ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോൾ രാജാവ് നമോണിഡസ്, മകൻ ബെൽഷസ്സർ, അത് കഴിഞ്ഞാൽ മൂന്നാമൻ എന്നുള്ളതായ സ്ഥാനം നിനക്ക് ഷൂറാണ്, നിനക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതിൽ കൂടുതലൊക്കെ വേണ്ടി ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇന്നതെല്ലാം നിനക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് ഇത് പറയുന്ന ഉടനെ പൊന്മാലയും ധരിച്ച് രാജ്യത്തിലെ മൂന്നാമനായി വാഴും. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരവ് വർത്തിച്ചത്. ഈ വ്യാഖ്യാനത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞതിന് മുമ്പ് തന്നെ ദാനിയേൽ ഒരു കാര്യം പറഞ്ഞു. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം വർത്തിച്ചത്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തന് കൊടുത്താൽ, പിന്നെ എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കും. അപ്പോൾ ദാനിയേൽ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. എന്റെ സർവീസ് ഫ്രീ സർവീസാണ്. ഇതാണ് ഇതിന്റെ അർത്ഥം, ഫ്രീ സർവീസ്. അപ്പോൾ ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് പണം ഉണ്ടാക്കാനുള്ളതല്ല. ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പി എന്നാണ് ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കും. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പി. അതുകൊണ്ട് ദൈവവചനത്തിലുണ്ട്, പിന്നെ മരിക്കുന്ന ഒരാളേക്ക് മുഖപ്പെട്ട കെട്ടരുതെന്നും വചനം പഠിപ്പിക്കുന്നവൻ സഹോദരനെ ഓഹരി കൊടുക്കണമെന്നും ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളുണ്ട്. കൊടുക്കണം, അതൊക്കെ വേറെ കാര്യം. എന്നിങ്ങനെ ഞാൻ പറഞ്ഞ ആർത്തി, സുവിശേഷ വേല, വചന ശുശ്രൂഷകളൊക്കെ പണസമ്പാദനം മുഖ്യമാകുന്നതാണ്. അതിനോട് ചേർന്ന് ആരെങ്കിലും നന്മകൾ കൊടുക്കുന്നതിനോ മേടിക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ യാതൊരു കുഴപ്പവും ദൈവം പറയുന്നില്ല. എന്നാൽ പണത്തിന് വേണ്ടി ശുശ്രൂഷയെ ചേഞ്ച് ചെയ്യുന്നതും പണത്തിന് വേണ്ടി അതിന്റെ മാന്യത കളയുന്നതും അതിനോടുള്ളതായ നിലയിൽ വഞ്ചനയുടെ ആത്മാവ്, അതിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്റെ വിഷയം അതിലെ ഞാൻ അതിലേക്ക് പോകുവാനും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ദാനിയേൽ വളരെ കൂളായിട്ട് പറഞ്ഞു, രാജാവേ, സമ്മാനങ്ങളൊക്കെ ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ രാജാവിന് എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം പോകും. പക്ഷെ രാജാവിന്റെ വിഷയം ഞാൻ പരിഹരിച്ചത്. രാജാവിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ ഭിത്തിയുള്ള എഴുത്ത് വായിക്കണം, അതിന്റെ അർത്ഥം വായിക്കും. അതിനോട് ചേർന്ന് ഓഫർ ചെയ്തേക്കുന്നൊന്നും എനിക്ക് വേണം. ഇതൊക്കെ കൊടുത്തത്. അപ്പോൾ ഓർക്കണം, ഒരു രാജാവ് ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ രാജാവ് പറഞ്ഞുപോയി, അത് പിന്നെ മാറ്റം ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ വാസ്തവത്തിൽ ദാനിയേലിനോടുള്ള ബന്ധത്തിനാണ് രാജാവ് പറഞ്ഞത്, നീ ആരായി വാഴും? നീ മൂന്നാമനായി വാഴും. നിനക്ക് പൊന്മാല ഇടിയിച്ച് നിന്നെ ധൂമ്രവസ്ത്രം ധരിപ്പിക്കും. ഇപ്പൊ രാജാവിനോട് ദാനിയേൽ തിരിച്ചു പറഞ്ഞു, എല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഓഫർ എല്ലാം അതുപോലെ തന്നെ ദാനിയേൽ എന്ത് ചെയ്യും? ദാനിയേൽ തിരിച്ചു കൊടുക്കും. അപ്പോൾ അതിനർത്ഥം ഈ ഓഫർ വേണമെങ്കിൽ രാജാവിന് എന്ത് ചെയ്യാം? ഇനി വേറെ ആൾക്ക് കൊടുക്കാം. കാര്യം ആർക്ക് വേണ്ടി ഓഫർ ചെയ്തോ ആ ആള് സ്നേഹപൂർവ്വം നിരസിച്ചു. അതുകൊണ്ട് ഈ ഓഫർ സ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ രാജാവിന് വേണമെങ്കിൽ ഇത് വേറെ ആൾക്ക് കൊടുക്കാം. അപ്പോൾ ദാനിയേൽ അത് ഇങ്ങനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ രാജാവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് രാജാവിന് ചേഞ്ച് ചെയ്യാനൊക്കത്തില്ല. രാജാവ് ആ വാക്കിൽ ഉറച്ചു നിന്നേ പറ്റും. ഇനിയുമാണ് നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്, ഈ എഴുത്തിനോടുള്ള ബന്ധം. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം പ്രവർത്തിച്ചത്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം. രാജാവേ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. ഓർക്കണം, ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന അർത്ഥം വായിക്കാൻ ആരെ വിളിച്ചേക്കുന്നത്? ദാനിയേലിനെ വിളിച്ചേക്കുന്നത്. ഭിത്തിയിൽ ആകപ്പാടെ 2-3 വാക്കുകളുണ്ട്. 3 വാക്കിന്റെ അർത്ഥം പറയാൻ പറഞ്ഞതിന് ഇവിടെ ദാനിയേൽ ഒരു പ്രസംഗം തുടങ്ങുന്നു. ചരിത്രത്തിന്റെ ഏടുകൾ ഒക്കെ പരിശോധിച്ച് ഒരു സാക്ഷ്യം പറയുന്നത് പോലെ കുറെ കാര്യങ്ങൾ രാജാവിനെ ബോധിപ്പിക്കുകയാണ്. കാരണം ഒരു നിർണായകമായ സമയത്ത് ബെൽഷസ്സർ നിൽക്കുകയാണ്. ന്യായവിധിയുടെ ദൂതാണ് ദാനിയേലിന്റെ കയ്യിലിരിക്കുന്നത്. അത് പോളിഷ് ചെയ്തൊന്നും പറയാനുള്ള ദൂതല്ല, പോളിഷ് ചെയ്യുന്നുമില്ല. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് രാജാവിനെ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഉണർത്തേണ്ട ആവശ്യമുണ്ട്. നീ ഈ സിംഹാസനത്തിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ബെൽഷസ്സർ അറിയണം. നിന്റെ അപ്പന്റെ കാലത്തും നിന്റെ വല്യപ്പന്റെ കാലവും എങ്ങനെ ആയിരുന്നു, നിന്റെ വല്യപ്പനോട് ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് നീ അറിയണം. കൽദയ സാമ്രാജ്യം അല്ലെങ്കിൽ കൽദയ രാജ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നീ അറിയണം. ആരാണ് ഇതിന്റെയൊക്കെ മേളിൽ കൈകാര്യം ചെയ്യുന്നത്?
ചുരുക്കത്തിൽ ഇവിടെ ദാനിയേല് ഈ ബെൽഷസ്സറിനോട് സംസാരിക്കുമ്പോൾ രാജാക്കന്മാരെ വാഴിക്കുന്നതും രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നതും നീക്കുന്നതും എല്ലാം ഒരുവനുണ്ട് എന്നുള്ളത് നീ തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോൾ വലിയപ്പനായ നെബൂഖദ്നേസറിനുണ്ടായ അതേ തന്നെ വിഷയമാണ് ഇതിലുള്ളത്. അപ്പോൾ ദൈവത്തോട് മറുതലിക്കുന്ന, ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവത്തെ പുച്ഛിക്കുന്ന, ജീവനുള്ള ദൈവത്തോട് ആദരവ് കാണിക്കാത്ത ബെൽഷസ്സർ നിന്നോട് ഈ വാക്കിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് അല്പം കൂടെ പുറകോട്ട് ഇറങ്ങി ചില ചരിത്രം കൂടെ നിന്നെ ഓർപ്പിക്കുവാനോ എന്നുള്ള നിലയിൽ ദാനിയേൽ വല്യപ്പനിൽ നിന്നും തുടങ്ങുകയാണ്. രാജാവെ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അപ്പോൾ ദൈവം കൊടുത്തു നിന്റെ വല്യപ്പനായ നെബൂഖദ്നേസറിന് എന്ത്? രാജ്യത്വം ദൈവം കൊടുത്തു. പിന്നെ അതിനോട് ചേർന്ന് മഹത്വവും പ്രതാപവും ബഹുമാനം, ഇത്രയും കാര്യങ്ങൾ നിന്റെ വല്യപ്പനായ നെബൂഖദ്നേസറിന് ദൈവം നൽകിയതാണ്. അത്യുന്നതനായ ദൈവം. 19 വാക്യം, അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ടു. അപ്പോൾ ദൈവം, ജീവനുള്ളതായ ദൈവം, അത്യുന്നതനായ ദൈവം നെബൂഖദ്നേസറിനോട് കൂടെ ഇരുന്നുകൊണ്ട് അവന് ബഹുമാനവും മാനവും മഹത്വവും രാജ്യത്വവും എല്ലാം നൽകിയപ്പോൾ ചുറ്റുപാടുള്ളതായ ലോകരാജ്യങ്ങളെല്ലാം ഭയന്നു. സകല ജാതികളും സകല വംശങ്ങളും ഭയന്ന് വിറച്ചു. ആരുടെ മുമ്പിൽ? നെബൂഖദ്നേസർ രാജാവിന്റെ മുമ്പിൽ. കാരണം ദൈവം കൊടുത്ത സ്ഥാനമാണ്. അപ്പോൾ ദൈവത്താലാണ് സംഭവിക്കുന്നത്. അങ്ങനെ ദൈവം തിരുമേനിയുടെ അപ്പനായ അവന് മുമ്പ് ഭയപ്പെട്ട് വിറച്ചു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വയ്ക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു. രാജാവിന്റെ ഭരണശൈലിയാണ്. ബോധിച്ചവനെ ഉയർത്തും, ബോധിച്ചവനെ താഴ്ത്തും. ബോധിച്ചവനെ ജീവനോടെ വെക്കും, ബോധിച്ചവനെ എന്ത് ചെയ്യും? കൊല്ലും. എന്ന് പറഞ്ഞാൽ രാജാവിന് തോന്നിയതുപോലെ തന്നെ രാജാവ് ചെയ്തു. രാജാവ് ഭരിച്ചു. കാരണം രാജാവിന് ദൈവം മഹത്വം, ദൈവമാണ് ആ സ്ഥാനം കൊടുത്തതൊക്കെ ശരി. പക്ഷെ രാജാവിന്റെ ഭരണത്തിന്റെ ശൈലി എന്ന് പറയുന്നത് തനിക്ക് ബോധിച്ച പോലെ. അതാണ് ഈ കാര്യം. തനിക്ക് ബോധിച്ച പോലെ ദൈവമാണ്, അത്യുന്നതനായ ദൈവമാണ് നെബൂഖദ്നേസർ രാജാവ് നിന്റെ വല്യപ്പനായ നെബൂഖദ്നേസറിന് അധികാരം നൽകിയത്. പക്ഷെങ്കിൽ അവന് തോന്നിയതുപോലെ, അവന് ബോധിച്ചതുപോലെയാണ് അവൻ ഈ രാജ്യം ഭരിച്ചത്. അങ്ങനെ വന്നപ്പോൾ 20 വാക്യത്തിൽ അവന്റെ ഹൃദയം ഗർവിച്ചു. അവന്റെ ഹൃദയത്തിൽ അഹങ്കാരം കുടികൊണ്ടു. അവന്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയി. അപ്പോൾ അഹങ്കാരം വ്യാപരിച്ചു കുറെ കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? ഹൃദയം അഹങ്കാരത്താൽ എന്ത് ചെയ്തു? കഠിനപ്പെട്ടു. ഹൃദയം അഹങ്കാരത്താൽ കഠിനമായി. അവൻ രാജാസനത്തിൽ നിന്ന് നീങ്ങിപ്പോയി. അവർ അവന്റെ മഹത്വം അവനിൽ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പോൾ ഹൃദയം ഇങ്ങനെ കഠിനമായ സമയത്ത് അവനെ രാജാസനത്തിൽ നിന്നും നീക്കം ചെയ്തു. അവരവന്റെ മഹത്വം തിരിച്ചെടുത്തു. ആര്? ദൈവമല്ല, ജനങ്ങൾ. ജനങ്ങൾ രാജാവിന് കൊടുത്ത മഹത്വം, നെബൂഖദ്നേസർ രാജാവിന് കൊടുത്ത മഹത്വം. കാര്യം കസേര നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മഹത്വം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ദീർഘവർഷങ്ങൾ ഭരിച്ചതായ ആളുകൾ അവരുടെ രാജകീയ സിംഹാസനത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് തന്നെ മഹത്വം ഇരിക്കുന്നു. ഇപ്പോൾ തന്നെ മുഷാറഫ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, അമേരിക്കയിലുണ്ടായിരുന്നു, പഴയ പാകിസ്ഥാൻ പ്രസിഡന്റ്. മുഷാറഫ് ഇങ്ങനെ അലഞ്ഞു കിടക്കുക, അങ്ങോട്ട് ചെല്ലാൻ നോക്കത്തില്ല. ഒരു കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ച ആളാണ്. സിംഹാസനം പോയി കഴിഞ്ഞാൽ, അധികാരം പോയി കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ. അപ്പോൾ ഇത് നെബൂഖദ്നേസറിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. രാജാസനത്തിൽ നിന്ന് അല്ലെങ്കിൽ സിംഹാസനത്തിൽ നിന്ന് അവനെ നീക്കിയതോടുകൂടി അവനുണ്ടായിരുന്ന മഹത്വവും അവന്റെ പ്രതാപത്തിൽ നിന്നും ജനങ്ങൾ അവനെ കൈവിട്ടു. അടുത്തതായിട്ട് അവന്റെ മഹത്വം അവനിൽ എടുത്തു കളഞ്ഞു. 21 വാക്യം, അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അപ്പോൾ കൊച്ചുമകനെ ഓർപ്പിക്കുകയാണ് ചില കാര്യങ്ങൾ. നിന്റെ വല്യപ്പന്റെ ചരിത്രം, നിന്റെ വല്യപ്പനോട് ദൈവം ഇടപെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ അവന്റെ ഹൃദയം അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി അവന്റെ ഹൃദയം മൃഗപ്രായമായി തോന്നും. ഹൃദയം മൃഗത്തിന് തുല്യമായി തോന്നും. അവന്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടിയായിരുന്നു. കഴുതകളോട് താമസിക്കുന്ന എന്ത് അനുഭവം! രാജാവായിരുന്നു മനുഷ്യൻ. കാട്ടുകഴുതകളോട് പോയി താമസിക്കണം. കാട്ടുകഴുതകളോടുകൂടിയായിരുന്നു. അവനെ കാളയെപ്പോലെ പുല്ല് തീറ്റി. മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അവനെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞതുപോലെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് തന്നെ. അതാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച ഭാഗമാണ്, പഠിച്ച ഭാഗമാണ് 7 വർഷം. അത്യുന്നതനായ ദൈവം മനുഷ്യരുടെ മേൽ വാഴുന്നു എന്നുള്ളത്. അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അവനെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞു. അതിന് എത്ര നാളെടുത്തു? 7 വർഷം എടുത്തു. അതുവരെ ആശാൻ എന്ത് കൊണ്ടുപോകും?
മഞ്ഞ് കൊണ്ട് നനഞ്ഞു. 7 വർഷം നനഞ്ഞു. അടുത്തത് ഇത്രയും കാര്യങ്ങൾ ആരെ കുറിച്ചുള്ളതാണ്? ഫിലിപ്പിനെ കുറിച്ചുള്ളതാണ്. എന്നിട്ടൊരു വിളിയുണ്ട്, അവന്റെ മകനായ ബെൽഷസ്സരെ. എന്തൊരു പ്രയോഗമാണ്! ഭയങ്കര ശക്തി, അവന് ചങ്കിന് കൊള്ളുന്ന പ്രയോഗമാണ്. അവന്റെ മകനായ ബെൽഷസ്സരെ എന്ന് പറഞ്ഞാൽ നിന്റെ വല്യപ്പനിൽ ഉണ്ടായിരുന്ന അസുഖം നികളമാണ്. ദൈവത്തോട് നികളിച്ചു, ദൈവത്തോട് മറുതലിച്ചു. ദൈവമാണ് അവനെ സിംഹാസനം കൊടുത്തത്. അവന്റെ രാജ്യം വിപുലമാക്കിയത് ദൈവമാണ്. അവന്റെ ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് അവനോട് ഭയമായിരുന്നു, ഭീതിയായിരുന്നു. ഭയത്തോടുകൂടി ജനങ്ങൾ കൽദയ രാജാവിന് മുമ്പിൽ നിൽക്കുമായിരുന്നു. എന്നാൽ അവന്റെ അഹങ്കാരത്തോടുകൂടി അവനെ സിംഹാസനം ഇറക്കി വിട്ടു. അവൻ കാട്ടുകഴുതോടുകൂടിയായിരുന്നു. അവൻ പുല്ല് നിന്നു, അവൻ മഞ്ഞ് കൊണ്ടു. ദൈവം ആണ് രാജാക്കന്മാർ വാഴുന്ന ഒരു ദൈവമുണ്ടെന്നും രാജാതി രാജാവായ ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്നത് വരെ അവൻ മഞ്ഞ് കൊണ്ടു നടന്നു. അവൻ സുബോധം വന്നു എന്നാണ് നേരത്തെ അധ്യായത്തിൽ കാണുന്നത്. അവന്റെ സന്തതിയാണ് അവന്റെ മകനായ ബെൽഷസ്സരെ. എന്നിട്ട് അവന്റെ മകനായ ബെൽഷസ്സരെ ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ. നിന്റെ വല്യപ്പന്റെ ചരിത്രം നിനക്കറിയാതെ. നിന്റെ വല്യപ്പൻ ആരായിരുന്നെന്നും, നിന്റെ വല്യപ്പനാണോ വലിയ രാജാവല്ലോ നീ ഏതായാലും. അപ്പോൾ നിന്റെ വല്യപ്പൻ അതിശക്തനായ രാജാവായിരുന്നു. കൽദയ സാമ്രാജ്യത്തിന്റെ സിംഹമായിരുന്നവൻ, പൊന്നുകൊണ്ടുള്ള തല ആയിരുന്നവൻ. അവനെ സിംഹാസനത്തിൽ നിറക്കി പുല്ല് നീറ്റിച്ച ഒരു ദൈവമുണ്ടെന്ന് നിനക്കറിയാം. ബെൽഷസ്സരെ, നീ ഇതെല്ലാം അറിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല? നിന്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്തില്ല? വല്യപ്പനിലും കൊച്ചുമകനിലുള്ള അസുഖം തന്നെയാണ്, ഗർവമാണ്, നിറം തന്നെയാണ്. അപ്പോൾ നീ തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി. അപ്പോൾ ഹൃദയം താഴ്ത്തിയില്ല എന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ ഹൃദയം താഴ്ത്തുന്നതിന് പകരം സ്വർഗസ്ഥനായ പിതാവിന്റെ ദൈവത്തിന്റെ നേരെ എന്ത് ചെയ്തു? തന്നെത്താൻ എന്ത് ചെയ്തു? തന്നെത്താൻ ഉയർത്തി. നമ്മൾ പുതിയ ദിനത്തിൽ വരുമ്പോൾ കർത്താവ് പ്രകാരമാണ് തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം എന്ത് ചെയ്യും? അപ്പോൾ തന്നെത്താൻ ഉയർത്തി അവന്റെ അടുത്തത് അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. നീ ഇത് മാത്രമല്ല ചെയ്തു, നിന്റെ ഹൃദയം നിഗളിച്ചു. നീ ദൈവസന്നിധിയിൽ നീ നിന്നെ തന്നെ ഉയർത്തി. നിന്റെ വല്യപ്പനേക്കാൾ കടന്ന് നീ എന്ത് ചെയ്തു? നീ ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങളെ നീ തിരുസന്നിധിയിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. നിന്റെ സാന്നിധ്യത്തിൽ നീയും നിന്റെ ഭാര്യമാരും നിന്റെ വെപ്പാട്ടികളും നിന്റെ മഹത്തുക്കളും എല്ലാവരും യെരുശലേമിലെ ദൈവത്തിന്റെ ആലയത്തിലെ ഉപകരണങ്ങളിൽ എന്ത് കുടിച്ചു? വീഞ്ഞു കുടിച്ചു. അങ്ങനെ നിന്നില്ല. കാണുവാനും കേൾക്കുവാനും അറിയുവാനും വയ്യാത്ത പൊന്നെ, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. നീ ഒരു പടി കൂടെ കടന്നുപോയി. ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിലെ ഉപകരണങ്ങളെടുത്ത് ജീവനില്ലാത്ത ദൈവങ്ങളെ സ്തുതിക്കാനായിട്ട് നീ ഉപയോഗിച്ചു. ജീവനില്ലാത്ത അവയെ നീ ആരാധിച്ചു. ജീവനില്ലാത്തവയ്ക്ക് നീ സ്തുതി കരയറ്റി. ഗർവം, നീ ദൈവസന്നിധി നിന്നെ തന്നെ ഉയർത്തി. അതിന്റെ കൂട്ടത്തിൽ നീ ഇന്ന കാര്യങ്ങളിലൂടെ നീ ചെയ്തു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ നീ മഹത്വീകരിച്ചു. തിരുമനസ്സിലെ ശ്വാസം, എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവം. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ നാം അവന്റെ കയ്യിലിരിക്കുന്നു. നമ്മുടെ വഴികളൊക്കെയും അവൻ അറിയുന്നു. നമ്മുടെ ശ്വാസം പോലും അവൻ അറിയുന്നു. അപ്പോൾ ശ്വാസം പോലും അവൻ അറിയുന്നു, ദൈവം അറിയുന്നു. അപ്പോൾ നമ്മുടെ സകലതും ദൈവം അറിയുന്നു. നമ്മുടെ വഴികൾ, നമ്മുടെ ശ്വാസം, നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ദൈവമാണ് അറിയുന്നത്, ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഇത് നീ ഓർത്തില്ല. നിന്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിക്കണോ വേണ്ടോ എന്ന് ദൈവം നിശ്ചയിക്കും. അകത്തേക്ക് വലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നിന്റെ ശ്വാസം വരെ നിശ്ചയിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആകയാൽ അവൻ തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. അത് പുതിയ നിയമത്തിൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു വാക്യം നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-28 വാക്യം വായിക്കാം. 17-28. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിലാണ്, കർത്താവിലാണ് നാം ജീവിക്കുന്നതും നാം സഞ്ചരിക്കുന്നതും. അപ്പോൾ ബെൽഷസ്സർ രാജാവിനോട് പറയുന്നത്, ഇതൊക്കെയും അറിഞ്ഞിട്ടും
അപ്പോൾ ഓർക്കണം, നമ്മൾ ഈ ദൈവം നടത്തുന്നതായ, ദൈവം ഇടപെടുന്നതായ പല പാഠങ്ങളും, ഈ പാഠങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ചില കുടുംബങ്ങളിലൊക്കെ ആളുകൾ ചിലർ പിന്നെയും അവരുടെ പിന്നെ കുടുംബശ്രേഷ്ഠത മറ്റു ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വിട്ടുകൊടുക്കുക, വിട്ടിറങ്ങാൻ അവർ ഒരു കാരണവശാലും തയ്യാറാകത്തില്ല. കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് പല പല സംഭവങ്ങൾ നടന്നാൽ പോലും വിട്ടുകൊടുക്കുക. കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ അവർ തയ്യാറല്ല. കാരണം അവരുടെ അഭിമാനത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ പിന്നെ ചില കാരണങ്ങളാൽ അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കൺമുമ്പിൽ ഇതൊക്കെയും കണ്ടിട്ടും, ആ പ്രയോഗം വളരെ ഇതൊക്കെയും കണ്ടിട്ടും, ഇപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ, ദൈവം ഇടപെടുന്ന വഴികൾ ഇതൊക്കെയും കണ്ടിട്ടും തിരിച്ചറിയാത്ത ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ഇതൊക്കെയും കണ്ടിട്ടും ബെൽഷസ്സർ അതിലൊരുവനാണ്. നമ്മുടെ സമൂഹത്തിൽ എന്നും അതുപോലെ ആളുകളുണ്ട്. അപ്പോൾ നാം ഇരിക്കുന്നതും നാം ചരിക്കുന്നതും നാം സഞ്ചരിക്കുന്നതും നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം ആരറിയുന്നു? ദൈവം അറിയുന്നു. അപ്പോൾ അവൻ അനുവദിച്ചിട്ട് മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അവൻ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവനുള്ളവരുടെ ദേശത്ത് ഇരിക്കാനുള്ളൂ. അതുപോലെ ദൈവം നമ്മളെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ബെൽഷസ്സറിനെ ദൈവം ഓർപ്പിക്കുകയാണ്. അപ്പോൾ ആയുസിന്റെ കാര്യമൊക്കെ ദാനിയേലിനോട് പറയുന്നത് യാദൃച്ഛികം പറയുകയല്ല. അവന്റെ ശ്വാസം, ആ വാക്ക്, അതായത് തിരുമനസ്സിലെ ശ്വാസം, എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവം, തിരുമനസ്സിലെ ശ്വാസം, ദൈവത്തിന്റെ കയ്യിലാണ് അങ്ങയുടെ ശ്വാസം ഇരിക്കുന്നത്. രാജാവേ, തീരാൻ പോവോ? മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രാജാവിന്റെ ആയുസ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് സൂചന കൊടുക്കുകയാണ് ഈ വാക്യങ്ങളിലെല്ലാം. ഇനി അടുത്തായിട്ട് എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. അപ്പോൾ ദൈവത്തിന് നീ മഹത്വം കൊടുക്കാത്തതുകൊണ്ട് നിന്റെ ആയുസിനെയും നിന്റെ ശ്വാസത്തെയും എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം, നിന്റെ വല്യപ്പന്റെ കാലം മുതൽ ഇടപെട്ടു വരുന്നതായ ദൈവം, ആ ദൈവത്തോട് നീ അനുസരിക്കുന്നതിന് പകരം ആ ദൈവത്തോട് നീ മറുതലിച്ചു, ആ ദൈവത്തോട് നീ മത്സരിച്ചു, ആ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ളതായ പാത്രങ്ങളെടുത്ത് നീ ജാതീയ ദൈവങ്ങൾക്ക്, കാണുവാനും കേൾക്കുവാനും ഒന്നും കഴിയാത്ത വിഗ്രഹങ്ങൾ, അവയുടെ മുമ്പിൽ നീ അവകൊണ്ട് നീ ആരാധന നടത്തും. അപ്പോൾ അതുകൊണ്ട് ആകയാൽ അവനെ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. ഇപ്പോൾ കൈപ്പത്തി അപ്രത്യക്ഷമാണ് ഇപ്പോൾ. അതുകൊണ്ട് ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചിരിക്കുന്നു. ഭിത്തിയിലോട്ട് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറയുന്ന പോലെ ചുവരിൽ ഉണ്ടല്ലോ എഴുത്ത്, രാജാവിന്റെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി കിടക്കുകയാണ്. അതുകൊണ്ട് ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ചു ഈ എഴുത്തെഴുതിച്ചിരിക്കുന്നു. രാജാവേ, സിറ്റുവേഷൻ ഇതാണ്, പശ്ചാത്തലം ഇതാണ്. ഈ എഴുത്ത് എഴുതാനൊരു പശ്ചാത്തലമുണ്ട്. ദൈവം ഇതുപോലെ ഒരു എഴുത്ത് ഈ കൈവിരൽ കൊണ്ട് ഈ ഭിത്തിയിൽ, ഈ ചുവരിൽ എഴുതുവാൻ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലമാണ് ഇതുവരെ ദാനിയേൽ നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചു. രാജാവിന്റെ വിഷയം ഇതല്ല. രാജാവിന്റെ വിഷയം ഈ എഴുതിയതിന്റെ അർത്ഥമാണ്. അതിലേക്ക് അവർ എഴുതിയതിന്റെ അർത്ഥം പറഞ്ഞതിന് മുമ്പ് പശ്ചാത്തലം അറിഞ്ഞേച്ച് അർത്ഥം ഗ്രഹിച്ചാൽ എളുപ്പമുണ്ട്. അതുപോലെ ദാനിയേൽ ആ നിലയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ചു ഈ എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ കൽദയ വിദ്വാൻമാർ വായിക്കുന്നതിൽ പരാജയപ്പെട്ട വാക്കുകളാണ്. മെനെ മെനെ തെക്കേൽ ഊഫർസേൻ. മെനെ മെനെ തെക്കേൽ ഊഫർസേൻ. 4 വാക്കുകൾ. ഒന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? ആമേൻ ആമേൻ എന്ന് പറയുന്നത് പോലെ മെനെ മെനെ ആവർത്തിക്കുകയാണ്. മെനെ മെനെ തെക്കേൽ ഊഫർസേൻ. ഈ വാക്ക് ഇതുവരെ അപ്പൊ രാജാവ് ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇതെന്തുവാണ് എഴുതിയിരിക്കുന്നത് വായിച്ച് കേൾക്കുന്നത്. അപ്പോൾ മെനെ മെനെ തെക്കേൽ ഊഫർസേൻ എന്നുള്ളതായ വാക്ക് ഈ വിരലുകൾ അല്ലെങ്കിൽ ആ കൈപ്പത്തി ഈ ഭിത്തിയിൽ എഴുതി. അത് എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊഫർസേൻ. രാജാവ് അപ്പോഴത്തേന് രാജാവിന് ടെൻഷൻ കുറച്ചുകൂടെ കൂടും. കാര്യം രാജാവിന്റെ ആകാംക്ഷ എന്ന് പറയുന്നത് മുഴുവൻ ഇതിന്റെ അർത്ഥം വായിച്ച് കേൾക്കണം. അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥം കൂടെ അറിയണം. അപ്പോൾ വായിച്ചു കൊള്ളു. മെനെ മെനെ തെക്കേൽ ഊഫർസേൻ എന്നാണ് എഴുതിയിരിക്കുന്ന എഴുത്ത്. പക്ഷെ അത് കേട്ട രാജാവിനൊന്നും മനസ്സിലായില്ല. ഉടനെ കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ചു മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു.
ഇത് ഓരോ വാക്കുകളേ ഉള്ളൂ, 4 വാക്കുകളേ ഉള്ളെങ്കിലും അത് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് വിശദീകരിക്കുമ്പോൾ അത് വളരെ കൂടുതലുണ്ട്. ഇതിനെക്കുറിച്ച് ഈ എഴുത്തിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ലോകത്തിൽ ഉണ്ടായിരുന്ന ഭാഷ തന്നെയാണ് അവിടെ എഴുതിയത് എന്നുള്ളതാണ് പൊതുവെ വേദശാസ്ത്രം പറയുന്നത്. ഇല്ലാത്ത ഭാഷയല്ല. നിങ്ങൾ ചിലപ്പോൾ കേട്ടേക്കാൻ സ്വർഗീയ ഭാഷയാണെന്നും ഹെവൻലി ലാംഗ്വേജ് ആണെന്നും ദൂതന്മാരുടെ ഭാഷയാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്നത് കേട്ടേക്കാം. പക്ഷെങ്കിൽ ഇത് ആരാമ്യ ഭാഷ, അത് ഞാൻ പറയാം. അത് സെയിം വാക്ക് തന്നെ, അർത്ഥത്തിൽ അത് സെയിം ആണ്. ഞാൻ പറയാം. അതായത് ദാനിയേൽ അർത്ഥം ആദ്യം എഴുത്തെഴുതിയത് ഇങ്ങനെ വായിച്ചു, മെനെ തെക്കേ ഊഫർസീൻ എന്ന് വായിച്ചേക്കാം. പിന്നെ താഴോട്ട് വന്നപ്പോൾ ഊഫർസീൻ എന്നുള്ള വാക്കിന് പകരം ഉപയോഗിച്ചു, പെരേസ് എന്ന് എഴുതി. രണ്ടിന്റെ അർത്ഥം ഒന്നു തന്നെയാണ്. ഇവിടെ ഭിത്തിയിൽ കണ്ടതായ എഴുത്ത് കൽദയ വിദ്വാൻമാർക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. അരാമ്യ ഭാഷയിലാണ് എഴുതിയത്. അരാമ്യ ഭാഷയിൽ എഴുതിയത് വായിക്കാൻ പറ്റാഞ്ഞതിന് കാരണം ഞാൻ 2-3 അഭിപ്രായങ്ങൾ പറയാം. ഒന്ന്, അക്ഷരങ്ങൾ ഉപയോഗിച്ചത് സാധാരണ അരാമ്യ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് പോലല്ല ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചത്. അത് കാരണം ഇവർക്ക് വായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എനിക്ക് താല്പര്യമായി തോന്നിയ ഒരു ചിന്ത, വളരെ സ്റ്റാൻഡേർഡ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ഇവാഞ്ചലിക്കൽ സഭകൾ അംഗീകരിക്കുന്ന നിരവധി വേദശാസ്ത്രികൾ ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഒരു പ്രയോഗം ഇതാണ്. അതായത് ഈ നിലയിൽ ഇത് എഴുതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? അതായത് ഇങ്ങനെ മെനെ തെക്കേൽ ഉർഫസീൻ ഈ നിലയിൽ എഴുതി. അപ്പോൾ സാധാരണ നിലയിൽ എഴുതുന്നതിന് പകരം ഹൊറിസോണ്ടലായിട്ട് എഴുതുന്നതിന് പകരം വെർട്ടിക്കലായിട്ട് എഴുതി. വെർട്ടിക്കലായിട്ട് ഇത് എഴുതി കഴിഞ്ഞേച്ച് കൽദയ വിദ്വാൻമാർ അതിന് മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പാരെ ഒരു ഭയന്നു. ഇവർക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. സംഭവം അല്ലെങ്കിൽ ഇവര് സ്ട്രെയിറ്റ് ആയിരുന്നു ചിലപ്പോൾ വായിച്ചേ എന്നാണ് വേദശാസ്ത്രം പറയുന്നത്. പക്ഷെങ്കിൽ ഈ നിലയിൽ ഇത് എഴുതിയത് കാരണം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ എഴുതിയപ്പോൾ മെനെ എന്നുള്ളതിനൊരു ഒരു ഉച്ചാരണത്തിനൊരു വള്ളിയുള്ളൂ. മെനെ തെക്കേൽ ഉർഫസീൻ അല്ലെങ്കിൽ പെരേസ്. ഇങ്ങനെ ആയിരിക്കാം ഇത് ഭിത്തിയേൽ വന്നത് എന്നാണ്. അപ്പോൾ ഇത് ദാനിയേൽ കൂളായിട്ട് വായിച്ചു, മെനെ തെക്കേൽ ഉർഫസീൻ. അപ്പോൾ ഈ മെനെ തെക്കേൽ ഉർഫസീൻ എന്നുള്ള വാക്കുകൾ ദാനിയേൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇതിനർത്ഥം പറയണം. ഇതിനർത്ഥം പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ഇത് ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ തന്നെയാണ് അന്നത്തെ ഭാഷയിലുള്ളത്. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെനെ എന്നുള്ള വാക്കിനർത്ഥം മെഷർ ഓഫ് മണി എന്നാണ് അർത്ഥം. പണത്തെ അളക്കുന്നതിന് ഉള്ള ഒരു മെഷർമെന്റ് ആണ് മെനെ എന്നുള്ള വാക്ക്. തെക്കേൽ എന്ന് പറഞ്ഞാൽ ഷേക്കൽ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് മണി എന്നുള്ളതാണ്. ഷേക്കൽ എന്ന് പറയുന്ന ഇതിന് വേറൊരു പദമാണ് തെക്കേൽ എന്നുള്ളതാണ്, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് മണി. മെനെ എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് മണി, തെക്കേൽ എന്ന് പറഞ്ഞാൽ ഷേക്കൽ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് മണി. മാത്രം അല്ല, വെയ്ഡ് എന്നുള്ള അല്ലെങ്കിൽ തൂക്കുക എന്നുള്ള അർത്ഥവുമാണ് വെയ്ഡ്. അപ്പോൾ അടുത്തത് പെരേസ് അല്ലെങ്കിൽ ഊഫർസീൻ എന്നുള്ളതായ അതിന്റെ വാക്കിനർത്ഥം ഹാഫ് ഷേക്കൽ എന്നുള്ളതാണ്. ഹാഫ് ഷേക്കൽ അല്ലെങ്കിൽ പേർഷ്യ എന്നുള്ളതായ അർത്ഥവും ആ വാക്കിനുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ വായിക്കുന്ന ഒരാൾ വായിച്ചാൽ ആകെപ്പാടെ ഇത് 3 വാക്കേ ഉള്ളൂ. മെനെ തെക്കേൽ ഊഫർസീൻ 3 വാക്ക്. ഇതിന് വ്യാഖ്യാനം വേണ്ടി ഇതിന് മാത്രം നീട്ടി പറയുന്നത്. ഈ ദാനിയേലോട് പറഞ്ഞേക്കുന്നത് പോലെ വ്യാഖ്യാനിച്ചാൽ ഇത്രയും നീട്ടി വ്യാഖ്യാനിക്കാൻ എങ്ങനെ ഒക്കുന്നത്? ഇതാണ് സ്വർഗീയ വ്യാഖ്യാനം, അല്ലെങ്കിൽ ദൈവ കൃപയിലുള്ള വ്യാഖ്യാനം എങ്ങനെയാണ്. നമുക്ക് ഇത് പരിചിതമായ കാര്യമാണ്. നമ്മളോട് ചില ആളുകൾ ചോദിക്കാറുണ്ടോ, പെന്തക്കോസ്തുകാരുടെ ഈ കാത്തിരിപ്പ് യോഗത്തിനും മറ്റുമൊക്കെ അന്യഭാഷ വ്യാഖ്യാനിക്കുന്നത്. ഒരു വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നയാൾ 1-2 വാക്ക് പറയുമ്പോൾ വ്യാഖ്യാനി 2-3 സെന്റൻസ് പറയും. ഇതെങ്ങനെയാ ഒക്കുന്നത് ചോദിച്ചാൽ ഒക്കുന്നത് ഇവിടെ കിടക്കുന്നത് ഇത് തന്നെ തെളിവ്. മെനെ എന്ന് പറഞ്ഞാൽ ഇത്ര നിങ്ങളുണ്ടല്ലോ സെന്റൻസിന് അർത്ഥം. ദാനിയേൽ, പ്രവാചകനായ ദാനിയേൽ വ്യാഖ്യാനിച്ചപ്പോൾ മെനെ എന്ന് പറഞ്ഞാൽ, തെക്കേൽ എന്ന് പറഞ്ഞാൽ, ഊഫർസീൻ എന്ന് പറഞ്ഞാൽ നല്ല നീണ്ട 1-2 സെന്റൻസ് ഉണ്ട് ആ ഒരൊറ്റ വാക്കിൽ. അപ്പോൾ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് അന്യഭാഷയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു വ്യാഖ്യാനിക്കുമ്പോൾ
ഒരു നീണ്ട സെന്റൻസ് അല്ലെങ്കിൽ 2-3 സെന്റൻസ് ഉള്ളപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു വാക്കേ പറഞ്ഞോളൂ, ഈ മനുഷ്യൻ നീട്ടി 3-4 സെന്റൻസ് പറയുന്നല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ദൈവിക വ്യാഖ്യാനത്തിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. മെനെ അവിടെ പറയുകയാണ്, തെക്കേൽ എന്ന് വെച്ചാൽ ആ കാര്യത്തിന്റെ അർത്ഥമാവുന്നത്. മെനെ എന്ന് വെച്ചാൽ, അപ്പോൾ ഇതാണ് ലിറ്ററലി അർത്ഥമാണ് ഞാനീ പറഞ്ഞത്. മെനെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പണത്തോടുള്ള ബന്ധത്തിലാണ്. പക്ഷെങ്കിൽ ദൈവം ഇത് എഴുതിച്ചിരിക്കുന്നത് ഈ പണത്തിന്റെ കാര്യം പറയാനല്ല. അവിടെ പറയുകയാണ് മെനെ എന്ന് പറഞ്ഞാൽ മെനെ മെനെ തെക്കേ ലൂഫർസീൻ കാര്യത്തിന് അർത്ഥമാവുന്നത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. നിന്റെ ഭരണം ദൈവം കൗണ്ട് ചെയ്തു. നിന്റെ ഭരണം, നിന്റെ വാഴ്ച, അപ്പൊ നമ്മൾ അല്ലാതെ വേറെ നിന്റെ ആയുസ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? കൗണ്ട് ചെയ്തിരിക്കുന്നു. ദൈവം കൗണ്ട് ചെയ്തു. ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിനെന്ത് ചെയ്തിരിക്കുന്നു? അതിന് അന്തം വരുത്തിയിരിക്കുന്നു, അതിന് അവസാനം വരുത്തിയിരിക്കുന്നു. അടുത്തത് തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നിന്നെ എണ്ണി, നിന്റെ ഭരണം അല്ലെ നിന്റെ വാഴ്ച, നിന്റെ രാജ്യത്വം ദൈവം എണ്ണി നോക്കി. അടുത്തായിട്ട് ദൈവം ചെയ്തത്, ദൈവം നിന്നെ എന്ത് ചെയ്തു? ദൈവം നിന്നെ തൂക്കി നോക്കി. നിന്നെ തൂക്കി നോക്കിയപ്പോൾ നീ തുലാസിൽ എന്താണ്? നീ തുലാസിൽ കുറവുള്ളവനായി നിന്നെ കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. കൊടുക്കുമെന്നല്ല, കൊടുത്തിരിക്കുന്നു. വിരുന്ന് ഗംഭീരമായി നടന്നു. രാജാവ് ബൽശസ്സർ രാജാവ് ഇരിക്കുകയാണ്. ആളിന്റെ കയ്യിൽ നിന്ന് ഭരണം പോയി. ദൈവം ഭരണം കൊടുത്തു വിടും. നമുക്കറിയാമല്ലോ, ശൗലിനെ ദൈവം രാജസ്ഥാനത്തു നിന്ന് നീക്കിയപ്പോഴും ദാവീദ് ഇങ്ങനെ ആടിനെയും മേയിച്ചു ഒക്കെയാണ് കഴിയുകയാണ്. ശൗൽ അറിഞ്ഞില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഭരണം നിന്നിൽ നിന്നും പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് എന്നൊരു കാര്യം പറയാം. നമ്മൾ ഈ ആത്മീയ കോളത്തിൽ നമ്മൾ ഈ ചിലരെ നമ്മളിപ്പോൾ ഒരു ഫാൻ ഇട്ട് ഇത് മുറിയിലിരിക്കുകയാണെങ്കിൽ, സീലിംഗ് ഫാൻ ശക്തമായി ഇങ്ങനെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പവർ പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടി ഈ ഫാൻ എന്ത് ചെയ്യും? കുറച്ചു നേരം. നമ്മുടെ ആത്മീയ കോളത്തിലെ ഒരുപാട് പേരുടെ കറക്കം ഇതുപോലാണെന്ന് വിചാരിക്കുന്ന ആളായി. കാര്യം പവർ പോയി കഴിഞ്ഞു. പവർ പോയി കഴിഞ്ഞെങ്കിലും ചുമ്മാ പഴയ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ഷാംബായ്ക്ക് കുമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വന്നു. വളരെ എന്റെ ചെറുപ്പത്തിൽ കേട്ട പ്രസംഗമാണ്, പക്ഷെ മറക്കത്തില്ല. കുമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ശിംശോൻ, ദർശനം നഷ്ടപ്പെട്ടതായ ശിംശോൻ കാഴ്ച കണ്ണു കുത്തിപ്പൊട്ടിച്ചു ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് കുഴിക്കുന്ന ജോലിയും കൊണ്ടിരിക്കുകയാണ് ശിംശോൻ. അപ്പോൾ അവരെ അവിടെ കളിക്കാനായിട്ട് കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. അപ്പോൾ ദർശനം നഷ്ടപ്പെട്ടതായ സഭ, അതായിരുന്നു വിഷയം. ദർശനം നഷ്ടപ്പെട്ടതായ സഭ ജനത്തിന്റെ മുമ്പിൽ കൂത്തുകാഴ്ച ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഈ ഷാംബായ്ക്ക് ഇങ്ങനെ കുമ്പനാട്ടെ ആ പ്രസംഗവേദി കിടന്ന് ഈ മേശയ്ക്ക് ചുറ്റും ഇങ്ങനെ നടക്കുക. ദർശനം നഷ്ടപ്പെട്ട സഭ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയോ അദ്ദേഹം മനസ്സിലാക്കി നമ്മുടെ ഈ ആരാധനയുടെ രീതി: 2 പാട്ട്, 2 പ്രാർത്ഥന, പിന്നെ സങ്കീർത്തനം, പിന്നെ സാക്ഷ്യം, പിന്നെ പ്രസംഗം, ആശീർവാദം. അപ്പോൾ ഇദ്ദേഹം പോകുന്ന കൂടുതൽ ഇങ്ങനെ പറയുന്നുണ്ട്: 2 പാട്ട്, 2 പ്രാർത്ഥന, സങ്കീർത്തനം, ടെസ്റ്റിമണി, മെസ്സേജ്, ദെൻ ബെനഡിക്ഷൻ, പിന്നെ പ്രാർത്ഥന, പിന്നെ ഇത്. ഞാനിപ്പോഴും ആ ആക്ഷൻ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ദർശനം നഷ്ടപ്പെട്ട സഭ ഇങ്ങനെ പിന്നെയും ആ ചെയ്തു വരുന്ന റൊട്ടീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടുതന്നെയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ആത്മീയ കോളത്തിലെ അനേകരുടെയും ചലനം എത്രയുള്ളൂ. ദൈവത്തിൽ നിന്നും കൃപയിൽ നിന്നൊക്കെ വീണിട്ട് നാളുകളായി. ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് പഴയ കൃപയൊന്നും ഇല്ലല്ലോ. പഴയ കൃപയൊന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ ചിലരെ കുറിച്ച് പറയാറുണ്ട്. പഴയ കൃപ ഇല്ലെന്നേ, പവറില്ല, കണക്ഷൻ ഇല്ല. അപ്പോൾ പവർ പോയി, പക്ഷെ എന്നാലും ഒരു ചെറിയ അനക്കമൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നുള്ളത്. അപ്പൊ ദൈവം ബെൽശസ്സർ രാജാവ് പറയുകയാണ്, ദൈവം നിന്നെ തൂക്കി നോക്കി, നീ തുലാസിൽ നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ആകയാൽ നിന്റെ പെരേസ് എന്ന് പറഞ്ഞാൽ, പെരേസ് എന്നുള്ളത് ഊഫർസി എന്നുള്ള സെയിം വാക്ക് തന്നെയാണ്. അപ്പോൾ പെരേസ് എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹം തീർക്കണമെന്നാണ് വിചാരിച്ചത്. നിങ്ങൾ ഓർക്കണം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഞാൻ ഇതിന്റെ ന്യായവിധി അവസാന അടുത്ത വാസത്തേക്ക് ഞാൻ കൊണ്ടുവരാം. നമ്മുടെ സമയം തീരുക. ഓർക്കണം, മേദ്യരുടെ സൈന്യം, മേദ്യരുടെയും പാർസികളുടെയും സൈന്യം ഈ ബാബിലോൺ സാമ്രാജ്യത്തിനകത്ത്, ഈ സിറ്റിക്കകത്ത് കയറുവാൻ വേണ്ടി കാത്തുകെട്ടി കിടപ്പുണ്ട്, പുറത്തുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാജാവും കൂട്ടരും അകത്ത് ഉല്ലസിക്കുന്നത്.
ദീർഘവർഷങ്ങൾ കഴിക്കാനുള്ള ആഹാരം ഇവരുടെ കയ്യിലുണ്ട്. ദീർഘവർഷങ്ങൾ ഇവരിങ്ങനെ പുറത്ത്, പട്ടണത്തിന് പുറത്ത്, മതിൽക്കെട്ടിന് പുറത്ത് ഇങ്ങനെ താവളം അടിച്ച് കിടന്നാലും പേടിക്കാതെ ഉള്ള ഭദ്രതയിൽ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ബെൽഷസ്സർ രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യം എണ്ണി തൂക്കി കുറവുള്ളവനായി നിന്നെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ രാജ്യം നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പൊ നിന്റെ രാജ്യത്വം പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ പുള്ളിക്കാരനാണ് പറഞ്ഞത്, രാജ്യത്തെ മൂന്നാമനായി നീ വാഴും. രാജ്യത്വം പോയി കഴിഞ്ഞാൽ ഒന്നാമന്റെ കസേര പോയി കഴിഞ്ഞു. ഒന്നാമന്റെ കസേരയിൽ നടന്നു പിന്നെ മൂന്നാമന്റെ കസേരയ്ക്ക് എന്താ പ്രസക്തിയോ? അപ്പോൾ അതുകൊണ്ട് ദാനിയേലിന് അറിയാം ഈ പറയുന്ന ഓഫർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ രാജാവിന്റെ മൂന്നാം സ്ഥാനം, ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇതൊക്കെ ഇന്ന് തീരാൻ പോവുകയാണ്. ഇന്ന് ഈ രാത്രി അവസാനിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്നെ വിഭാഗിച്ചു, അല്ലെങ്കിൽ നിന്റെ രാജ്യം വിഭാഗിച്ച് ഇന്നപോലെ മേദ്യർക്കും പാർസികൾക്കും കൊടുക്കുകയാണ്. ഞാൻ അടുത്ത ആഴ്ച പറയാൻ സമയത്തിന്റെ കുറവുകൊണ്ട് എത്ര തന്ത്രപൂർവമാണ് ഈ കോരേശും സൈന്യം, ദാര്യാവേശ് ഈ മേദ്യരുടെയും പാർസികളുടെയും സൈന്യം ഇതിനകത്ത് വന്നോന്നോ. പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ലെന്നുള്ള അവരുടെ അതിന് പ്രവചനത്തിൽ വാക്യം കിടക്കണം. അവരെങ്ങനെ ഇതിനകത്ത് വരും? അവരുടെ മുമ്പിൽ താമ്രവാതിലുകൾ തുറന്നു കിടക്കുന്നതിനെ കുറിച്ചൊക്കെ, അതായത് എനിക്ക് 138 വർഷം മുമ്പോ മറ്റുമാണ് യെശയ്യാ പ്രവചനത്തിൽ എഴുതുന്നു. ഇപ്പോൾ ഇരമ്യാവും യെശയ്യാവും ഒക്കെ അത് എഴുതുമ്പോൾ ഈ കോരേശൊന്നും ജനിച്ചിട്ട് പോലും അവര് ജനിക്കുന്നതിന് മുമ്പ് പേര് സഹിതം പറഞ്ഞു. 175 വർഷം. 170. അവര് ജനിക്കുന്നതിന് മുമ്പ് പേര് വെച്ച് പറഞ്ഞു, എന്റെ ദാസനായ കോരേശ്. അപ്പോൾ അവന്റെ മുമ്പിൽ താമ്രക്കഥകൾ തുറന്നു കിടക്കും. അപ്പോൾ ബാബിലോണിന്റെ പ്രശംസ എന്ന് പറയുന്നത് ഈ താമ്രവാതിലുകളാണ്. ഇത് തുറന്ന് ആരിതിനകത്ത് വരത്തില്ല എന്നുള്ളതാണ്. പക്ഷെ താമ്രവാതിലുകൾ കൂട്ടാൻ മറന്നുപോയെങ്കിലും താമ്രവാതിലുകളുടെ ഓടാമ്പലുകളെ മറന്നു. പിന്നെ താമ്രവാതിലിന് വല്ല പ്രസക്തിയുണ്ട്. അപ്പോൾ ഈ നിലയിൽ ദൈവം ഒരു ന്യായവിധി അയക്കുന്നെങ്കിൽ, ദൈവം എണ്ണിക്കഴിഞ്ഞാൽ, അന്തം വരുത്തി കഴിഞ്ഞാൽ, പിന്നെ മനുഷ്യന്റെ സന്നാഹങ്ങൾ, മനുഷ്യന്റെ പരിപാടികൾ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല, നിലനിൽക്കുകയും. വളരെ വ്യക്തമായി ന്യായവിധിയുടെ സന്ദേശമാണ് ബെൽഷസ്സറിന് മുമ്പിൽ മുഴങ്ങിയത്. അതാണ് ദൈവം ധനദാസനായ ദാനിയേലിലൂടെ വ്യാഖ്യാനിച്ചു കൊടുപ്പിച്ചു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ടും രാജാവ് എങ്ങനെ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിന്റെ രാജ്യത്വം പോയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നോ എന്നോ. അപ്പോൾ ഇന്ന് രാത്രിക്കാലം നാം ഈ ദൈവവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കിയാൽ, ദൈവം നമ്മളുടെ പ്രവർത്തികൾ നോക്കിയാൽ, എന്റെയും നിങ്ങളുടെയും ചെയ്തികൾ നോക്കിയാൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഞാൻ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ അതിലേക്ക് എത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ശോധനകൾ അയക്കുന്നു, പ്രയാസങ്ങൾ അയക്കുന്നു, ബുദ്ധിമുട്ടുകൾ അയക്കുന്നു. അതിനൊക്കെ ദൈവത്തിനൊരു പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ ആക്കേണ്ടതുപോലെ ആക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ടും ബെൽഷസ്സർ രാജാവ് ദാനിയേൽ പറയും, ഇതൊന്നും കണ്ടിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവമാണ് ഇടപെടുന്നത് എന്നുള്ളതും, ദൈവമാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്നുള്ളതും, ദൈവത്തിന് ഇതിന്റെ പുറകിൽ ഒരു പദ്ധതി ഉണ്ടെന്നുള്ളതും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം എത്ര നിസ്സഹായന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര കഷ്ടമാണ് എന്ന് നാം ഓർക്കണം. രാത്രിക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്താം. നമ്മളെ തൂക്കി നോക്കുമ്പോൾ ക്ലാസ്സിൽ കുറവുള്ളവനായിട്ടല്ല കാണേണ്ടത്. പുതിയ നിയമത്തിൽ നാം കാണുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഞാൻ നിന്നെ അല്പത്തിന് വിചാരകനാക്കി, പക്ഷെ ഇനിയും ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിനക്ക് ഞാൻ തന്നതുകൊണ്ട് നീ വ്യാപാരം ചെയ്തു, നിന്നെ ഏൽപ്പിച്ചതുകൊണ്ട് നീ ശുശ്രൂഷ ചെയ്തു, നീ അതുകൊണ്ട് കുഴിച്ചിടുന്നവരും നീ വ്യാപാരം ചെയ്ത് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നീ പ്രവർത്തിച്ചതുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ വാ എന്നോടുകൂടെ അകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ആ ഇമ്പസ്വരമാണ് നാം കേൾക്കേണ്ടത്. അല്ലാതെ ഞാൻ നിന്നെ അറിയുന്നില്ല, ദുഷ്ടദാസനെ ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള വിളിയല്ല നാം കേൾക്കേണ്ടത്. പാരമ്പര്യമായി എത്രയോ വർഷങ്ങളായി ദൈവമക്കളുള്ള പദവി, ദൈവമക്കളുമായ പേര് നാം ഉപയോഗിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തി ദൈവസന്നിധി വിനയപ്പെടുത്തുവാൻ നാം കഴിഞ്ഞ പല ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ദൈവം വെറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നികളമെന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ വരുമ്പോൾ വിനയത്തോടുകൂടി, ദൈവത്തിനുള്ളതായ ശരണത്തോടുകൂടി, ദൈവത്തിനുള്ളതായ ആശ്രയബോധത്തോടുകൂടി വരുവാനും ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കരയറ്റുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കസേരയിൽ പോയി